ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന എമ്പുരാനെ കുറിച്ചൊരു ഞെട്ടിക്കുന്ന വിവരം ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോവുകയാണ്. 26 വർഷം സ്റ്റീഫൻ എവിടെയായിരുന്നു? ഈ ചോദ്യം നിങ്ങളെയും ഉറക്കമില്ലാത്ത രാത്രികളിൽ അലട്ടിയിട്ടില്ലേ? ലൂസിഫറിൽ നമ്മൾ കണ്ട സ്റ്റീഫൻ നെടുമ്പള്ളി പിന്നീട് എബ്രഹാം ഖുറേഷിയായി മാറിയ ആ വ്യക്തി അയാളുടെ ജീവിതത്തിലെ ഒരു വലിയ ചോദ്യചിഹ്നമായിരുന്നു. ഈ 26 വർഷം എവിടെയായിരുന്നു അയാൾ? എന്തായിരുന്നു അയാൾ ചെയ്തുകൊണ്ടിരുന്നത്? എന്നാൽ ഇപ്പോൾ ഇതാ വരുന്നു പ്രണവ് മോഹൻലാൽ. അദ്ദേഹം അവതരിപ്പിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അല്ലെങ്കിൽ എബ്രഹാം ഖുറേഷിയുടെ ചെറുപ്പകാലം. ആ 26 വർഷത്തെ ദുരൂഹതയുടെ ചുരുളഴിയാൻ പോകുന്നത് അദ്ദേഹത്തിലൂടെയാണ്. ചിന്തിച്ചു നോക്കൂ, മോഹൻലാൽ അവതരിപ്പിച്ച ആ കരുത്തുറ്റ കഥാപാത്രത്തിന്റെ ഭൂതകാലം എങ്ങനെയായിരിക്കും? എന്തെല്ലാം അനുഭവങ്ങളായിരിക്കും ആ ചെറുപ്പക്കാരനെ ഇന്നത്തെ സ്റ്റീഫൻ നെടുമ്പള്ളിയാക്കി മാറ്റിയത്? ആ 26 വർഷം ഒരു മഹാസാഗരം പോലെ നമ്മുടെ മുന്നിൽ കാത്തിരിക്കുകയാണ്. കേൾക്കുന്നതനുസരിച്ച് സിനിമയുടെ മൂന്നാം ഭാഗത്തിലാണ് പ്രണവ് മോഹൻലാലിന്റെ പ്രകടനം നമുക്ക് കാണാൻ സാധിക്കുക. അതായത് ഈ സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത് സ്റ്റീഫൻ എന്ന വ്യക്തിയുടെ ഏറ്റവും നിർണായകമായ കാലഘട്ടത്തിലേക്കാണ്. ഇത് വെറുമൊരു സിനിമയല്ല ഫ്രണ്ട്സ്, ഇതൊരു ഇതിഹാസത്തിന്റെ തുടക്കമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ 26 വർഷത്തെ സ്റ്റീഫന്റെ യാത്ര അത് നമ്മളെ കരയിപ്പിക്കും, ചിരിപ്പിക്കും, ഞെട്ടിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ എല്ലാവരും ഈ സിനിമയ്ക്കായി കാത്തിരിക്കുന്നില്ലേ? പ്രണവ് മോഹൻലാലിന്റെ ആ മാസ്മരിക പ്രകടനം കാണാൻ ഞാനും കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ആകാംക്ഷകളും താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. കൂടുതൽ എമ്പുരാൻ വാർത്തയ്ക്കായി കാത്തിരിക്കുക.